Hello, I am GOPAKUMAR. Welcome to M4 Maths. Stoke's Theorem part 2 video another. Part 1 conversation, part 2 kannam. First question. Verify Stoke's Theorem f of xyz is equal to xyzi plus yj plus zk. The surface has upward orientation. Sigma is the portion of the plane 6x plus 6y plus z is equal to 12 in the first octant. നിങ്ങൾക്ക് ഈ വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. സ്റ്റോക്സ് തിയറം. ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ്. ഈ ക്വസ്റ്റ്യനിൽ സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആറും ചെയ്യണം, ഡബിൾ ഇന്റഗ്രൽ കേൾ ഓഫ് ഡോട്ട് എന്നും ചെയ്യണം. ആദ്യം LHS കൺസിഡർ ചെയ്യാം. ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ, ഇന്റഗ്രൽ എഫ് ഓഫ് xyz xyzi പ്ലസ് yj പ്ലസ് zk, xyzi പ്ലസ് yj പ്ലസ് zk ഡോട്ട് dr, dr I dx പ്ലസ് j dy പ്ലസ് k dz. ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാം I ഡോട്ട് I1 ഇന്റഗ്രൽ xy z dx പ്ലസ് j ഡോട്ട് j1 y dy പ്ലസ് k ഡോട്ട് k1 z dz. ഫസ്റ്റ് ഓക്ടന്റില് 6x പ്ലസ് 6y പ്ലസ് z is equal to 12 എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ആണുള്ളത്. 6x പ്ലസ് 6y പ്ലസ് z is equal to 12. ഈ ഇക്വേഷന് 12 കൊണ്ട് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യുക. 6x by 12 പ്ലസ് 6y by 12 പ്ലസ് z by 12 is equal to 12 by 12. x by 2 പ്ലസ് y by 2 പ്ലസ് z by 12 is equal to 1 എന്ന് കിട്ടും. x by a പ്ലസ് y by b പ്ലസ് z by c is equal to 1 എന്നുള്ള ഫോമിലാണ് x by 2 പ്ലസ് y by 2 പ്ലസ് z by 12 is equal to 1 ഉള്ളത്. ആദ്യം ഇതിന്റെ ഒരു ഫിഗർ വരയ്ക്കണം. ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്, ഇത് z ആക്സിസ്. x by 2 പ്ലസ് y by 2 പ്ലസ് z by 12. x ആക്സിസില് y ഉം z ഉം 0 ആയിരിക്കും. y ഉം z ഉം 0 ആവുമ്പോൾ x by 2 is equal to 1 ആവും. x is equal to 2 ആവും. x 2 y 0 z 0 2 0 0. y ആക്സിസ്, y ആക്സിസില് x ഉം z ഉം 0 ആയിരിക്കും. x 0 ആവും, z 0 ആവും. y by 2 is equal to 1. y is equal to 2. x 0, y 2, z 0. ഈ കോർഡിനേറ്റ് 0, 2, 0. അടുത്ത z ആക്സിസ്. z ആക്സിസില് x 0 ആയിരിക്കും, y 0 ആയിരിക്കും. z by 12 is equal to 1 ആയിരിക്കും കിട്ടുന്നത്. z is equal to 12. x 0, y 0, z 12. 0, 0, 12. ഈ കോർഡിനേറ്റ്സ് നമ്മൾ ജോയിൻ ചെയ്യുക. ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഇക്വൽ ടു ഇന്റഗ്രൽ എക്സ് വൈ ഇസഡ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ പ്ലസ് ഇസഡ് ഡി ഇസഡ്. ഫസ്റ്റ് നമുക്ക് ഇതിന് ഫസ്റ്റ് കർവായിട്ട് എടുക്കാം. C1 എന്ന് പറയുന്ന കർവ് എക്സ് വൈ പ്ലെയിനിലാണ്. എക്സ് വൈ പ്ലെയിൻ, ഇത് എക്സ് വൈ പ്ലെയിൻ ആണ്. എക്സ് വൈ പ്ലെയിനില് z 0 ആയിരിക്കും. z 0 dz 0 ആയിരിക്കും. ഇന്റഗ്രൽ C1 f dot dr is equal to ഇന്റഗ്രൽ xyz. xy പ്ലെയിനിൽ z 0 ആണ്. അതുകൊണ്ട് ഇവിടെ 0 അപ്ലൈ ചെയ്താൽ ഈ ഫുൾ ടേം 0 ആകും. y dy പ്ലസ് z dz. z 0 ആണ്. z 0 ആയതുകൊണ്ട് ഈ ഫുൾ ടേം 0 ആവും. ഇന്റഗ്രൽ y dy.
ഇവിടെ കോർഡിനേറ്റ് 2 0 0, വൈയുടെ കോർഡിനേറ്റ് 0 2 0. ഇവിടെ നോക്കിയാൽ കാണാം ഇത് രണ്ടും 0 ആണ്. ഇസഡിന്റെ കോർഡിനേറ്റ് രണ്ടും 0 ആണ്. ഇത് XY പ്ലെയിനിൽ Z0. ഇവിടെ y വേരി ചെയ്യുന്നുണ്ട് 0 to 2. y വേരീസ് ഫ്രം 0 to 2. ഇവിടെ x വേരി ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് കിട്ടിയത് y വേരിയബിൾ മാത്രമാണ്. അതുകൊണ്ട് y യുടെ ലിമിറ്റ് എടുക്കുക. ഇന്റഗ്രൽ ഓഫ് y dy y സ്ക്വയർ ബൈ 2, y വേരീസ് ഫ്രം 0 to 2 is equal to 1 by 2 into y ക്ക് പകരം 2 അപ്ലൈ ചെയ്താൽ 2 സ്ക്വയർ 4. 4 ഡിവൈഡഡ് ബൈ 2 2. അടുത്ത സെക്കൻഡ് കർവ്, ഇതിനെ സെക്കൻഡ് കർവായിട്ട് എടുക്കുക. ഇന്റഗ്രൽ c2 f dot dr is equal to ഇന്റഗ്രൽ, ഇത് y ആക്സിസ് ആണ്, ഇത് z ആക്സിസ് ആണ്. y z പ്ലെയിൻ ആണിത്. y z പ്ലെയിനിൽ x 0 ആയിരിക്കാം. കോർഡിനേറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും. x 0, ഇതും 0 ആണ്. x 0, y z പ്ലെയിനിൽ x 0 വേരി ചെയ്യില്ല. x 0 dx 0. ഇതിൽ yയും zഉം വേരി ചെയ്യുന്നുണ്ട്. ഏത് ലിമിറ്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. x 0 ഇന്റഗ്രൽ f ഡോട്ട് dr അപ്ലൈ ചെയ്യാം. x ന് 0 കൊടുക്കുമ്പോൾ ഈ ഫുൾ ടേം 0 ആവും. അല്ലെങ്കിൽ dx 0 ആണ്, അതുകൊണ്ട് ഫുൾ ടേം 0 ആയിരിക്കും. y dy ഇന്റഗ്രൽ y dy പ്ലസ് ഇവിടെ x 0 ആണ്, dx 0 ആണ്. x വേരിയബിൾ ഇല്ല ഇതിനകത്ത്, അതുകൊണ്ട് z dz. രണ്ട് വേരിയബിൾ ഉണ്ട്, y ഉണ്ട്, z ഉണ്ട്. y യുടെയും z ന്റെ ലിമിറ്റ് വേണം. y വേരീസ് ഫ്രം 2 to 0. y വേരീസ് ഫ്രം 2 to 0. z വേരീസ് ഫ്രം 0 to 12. ഇന്റഗ്രൽ y dy y സ്ക്വയർ ബൈ 2, ലിമിറ്റ് വേരീസ് ഫ്രം 2 to 0 പ്ലസ് ഇന്റഗ്രൽ dz z സ്ക്വയർ ബൈ 2. z വേരീസ് ഫ്രം 0 to 12 is equal to y സ്ക്വയറിൽ അപ്പർ ലിമിറ്റ് 0 അപ്ലൈ ചെയ്യുമ്പോൾ റിസൾട്ട് 0 കിട്ടും. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ y സ്ക്വയർ 2 സ്ക്വയർ 4 ആകും. 4 by 2 2 പ്ലസ് അപ്പർ ലിമിറ്റ് 12 z അപ്ലൈ ചെയ്യുമ്പോൾ 12 സ്ക്വയർ 144. 144 ഡിവൈഡഡ് ബൈ 2 72 മൈനസ് 2 പ്ലസ് 72 70. അടുത്ത് ഇതിന് C3 എന്നെടുക്കാം. C3 ഇത് x ആക്സിസ്, ഇത് z ആക്സിസ്. C3 xz പ്ലെയിനിലാണ്. xz പ്ലെയിനിലാകുമ്പോൾ y 0 ആയിരിക്കാം, dy 0 ആയിരിക്കാം. yക്ക് ഇന്റഗ്രൽ f ഡോട്ട് dr yക്ക് 0 കൊടുക്കുക. yക്ക് 0 കൊടുക്കുമ്പോൾ ഈ ഫുൾ ടേം 0 ആവും. അടുത്ത y dy യിൽ y 0 അപ്ലൈ ചെയ്താൽ 0. ഇന്റഗ്രൽ z dz മാത്രം ഉണ്ടാവും. ഇന്റഗ്രൽ c3 f dot dr is equal to ഇന്റഗ്രൽ z dz. z ന്റെ ലിമിറ്റ് വേണം. z ന്റെ ലിമിറ്റ് 12 to 0. 12 to 0 ലിമിറ്റ് എടുക്കുമ്പോൾ 12 to 0 എന്ന് വേണം എടുക്കാൻ. 0 to 12 അല്ല, കാരണം ഇത് എല്ലാം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇന്റഗ്രൽ c3 f dot dr is equal to ഇന്റഗ്രൽ z varies from 12 to 0. ശ്രദ്ധിക്കുക, 0 to 12 അല്ല, 12 to 0. ഇന്റഗ്രൽ z dz z സ്ക്വയർ ബൈ 2. z varies from 12 to 0. z ന് ലോവർ ലിമിറ്റ് കൊടുക്കുക 0 മൈനസ് z ന് ലോവർ ലിമിറ്റ് 12 അപ്ലൈ ചെയ്യുമ്പോൾ 12 സ്ക്വയർ 144. 144 divided by 2 72. Integral c3 f dot dr is equal to minus 72. മൂന്ന് കർവും കിട്ടിയ ആൻസർ തമ്മിൽ ആഡ് ചെയ്യണം. ഇന്റഗ്രൽ c1 f dot dr പ്ലസ് ഇന്റഗ്രൽ
integral c2 f dot dr plus integral c3 f dot dr is equal to first result 2 integral c1 f dot dr 2 integral c2 f dot dr 70 2 plus 70 integral c3 f dot dr minus 72 is equal to result 0. ഇത് സ്റ്റോക്സ് തിയറത്തിന്റെ LHSന്റെ പാർട്ട് മാത്രമാണ് ആൻസർ കിട്ടിയത്. ഇനി 0 ആണോ എന്ന് വെരിഫൈ ചെയ്യണം. അതിന് ഡബിൾ ഇന്റഗ്രൽ കേൾ ഓഫ് ഡോട്ട് എൻ ds ഉപയോഗിച്ച് സോൾവ് ചെയ്യണം. അടുത്തത് സ്റ്റോക്സ് തിയറത്തിന്റെ RHS ഡബിൾ ഇന്റഗ്രൽ കേൾ ഓഫ് ഡോട്ട് എൻ ds. അതും കേൾ ഓഫ് ചെയ്യുക. കേൾ ഓഫ് is equal to del cross f I j k dou by dou x dou by dou y dou by dou z x y z y z x y z y z I into dou by dou y of z dou by dou y of z minus dou by dou z of y dou by dou z of y minus j into dou by dou x of z minus dou by dou z of xy z plus k into dou by dou x of y minus dou by dou y of xy z. I into z നെ y കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ റിസൾട്ട് 0. y പാർഷ്യലി വിത്ത് റെസ്പെക്ട് z കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ റിസൾട്ട് 0. 0 മൈനസ് j ഇൻറ്റു z നെ x കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ റിസൾട്ട് 0 മൈനസ് xy z നെ z കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് z1 ഇൻറ്റു xy പ്ലസ് k ഇൻറ്റു y പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ റിസൾട്ട് 0 മൈനസ് xy z പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ x z കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് ഓഫ് y 1 x z minus into minus plus xy j minus x z k double integral curl of dot n ds is equal to double integral curl of xy j minus x z k dot unit normal vector ds. ഇവിടെ ക്വസ്റ്റ്യനിൽ surface has upward orientation. Upward orientation ആകുമ്പോൾ unit normal vector ds minus dou by dou x of zi minus dou by dou y of z j plus k d ആയിരിക്കും. upward orientation ആണെങ്കിൽ unit normal vector minus dou z by dou xi minus dou z by dou yj plus k ds dA ആയിരിക്കും. ഡബിൾ ഇന്റഗ്രൽ xyj minus xzk dot minus dou by dou x of z. നമുക്ക് x by 2 plus y by 2 plus z by 12 is equal to 1 എന്നുള്ള പ്ലെയിനാ ഉള്ളത്. ഇതിനെ z ന് ഈക്വൽ ആക്കുക. z is equal to 1 minus x by 2 minus y by 2 into 12 dou by dou x of z. z നെ x കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിനെ x കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 1 0 derivative of x by 2 1 by 2 derivative of y by 2 0 into 12
12 divided by 2, 6. ഈ മൈനസ് എടുക്കുക. ഫോർമുലയിൽ ഒരു മൈനസ് ഉണ്ട്. മൈനസ് I into minus 6 plus 6I. Next term minus dou y of zj. Z നെ y കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. Z നെ y കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 12 അതുപോലെ എഴുതുക. ഡെറിവേറ്റീവ് ഓഫ് 1 0. ഡെറിവേറ്റീവ് ഓഫ് x പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു y 0. ഡെറിവേറ്റീവ് ഓഫ് minus y by 2 partially with respect to y minus 1 by 2. 12 into minus 1 by 2. 12 divided by 2, 6 into minus 1 minus 6. ഫോർമുലയിൽ ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഇൻറ്റു മൈനസ് 6 പ്ലസ് 6j പ്ലസ് k dA. ഇവിടെ xy വേരിയബിൾ ഉണ്ട്, ഇവിടെ xz വേരിയബിൾ ഉണ്ട്. xy z 3 വേരിയബിൾ ഉണ്ട്. പക്ഷെ നമുക്ക് 2 ഇന്റഗ്രൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ 2 വേരിയബിളിലേക്ക് മാറ്റണം. z വേരിയബിളിനെ xy ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. x by 2 plus y by 2 plus z by 12 is equal to 1 എന്നുണ്ട്. അതിനെ z ലേക്ക് മാറ്റുക. z is equal to 1 minus x by 2 minus y by 2 into 12 is equal to double integral xy j minus x into z. z 12 into 1 minus x by 2 minus y by 2 dot 6i plus 6j plus k. ഇവിടെ xy വേരിയബിൾ ആണുള്ളത്. അതുകൊണ്ട് d എന്നുള്ളത് നമുക്ക് 2 രീതിയിൽ എഴുതാം. ഒന്നുകിൽ dx dy എഴുതുക, അല്ലെങ്കിൽ dy dx എഴുതുക. is equal to double integral j dot I 0 j dot j 1 6 xy minus ഇവിടെ k ഉണ്ട്. k dot I 0 k dot j 0 k dot k 1 x into ഈ 12ന് അകത്തേക്ക് മൾട്ടിപ്ലൈ 12 കിട്ടും. മൈനസ് x by 2 into 12 minus 6x minus y by 2 into 12 minus 6y into dy dx. Double integral 6xy minus 12x minus into minus plus 6x square minus x minus 6y plus 6xy dy dx. Double integral 6xy plus 6xy 12xy minus 12x plus 6x square dy dx. y യുടെയും x ന്റെ ലിമിറ്റ് വേണം. x by 2 plus y by 2 plus z by 12 is equal to 1. ഫസ്റ്റ് ഓക്ടന്റിലാണ്, അതുകൊണ്ട് z 0 ആയിരിക്കും. z 0 ആകുമ്പോൾ x by 2 plus y by 2 is equal to 1 എന്ന് കിട്ടും. dy dx ആകുമ്പോൾ ആദ്യം y യുടെ ലിമിറ്റ് എഴുതാം. y by 2 is equal to 1 minus x by 2. y is equal to 2 into 1 minus x by 2. LC എടുക്കുക. y is equal to 2 into 2 minus x divided by 2. Cancel ചെയ്തു. y is equal to 2 minus x. Limit of y varies from 0 to 2 minus x. x ന്റെ ലിമിറ്റ് എടുക്കാൻ z 0 y 0. x by 2 is equal to 1. x is equal to 2. x varies from 0 to 2. Integral 0 to 2. ആദ്യം y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 12x കോൺസ്റ്റന്റ്. ഇന്റഗ്രൽ ഓഫ് y സ്ക്വയർ ബൈ 2 മൈനസ് 12x കോൺസ്റ്റന്റ്. ഇന്റഗ്രൽ ഓഫ് dy y പ്ലസ് y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ
6x square constant, integral of dy y. Limit of y varies from 0 to 2 minus x dx is equal to integral 0 to 2 12 divided by 2 6 x അതുപോലെ എഴുതുക. y വേരിയബിൾ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തത് കൊണ്ട് അപ്പർ ലിമിറ്റ് y വേരിയബിളിന് അപ്ലൈ ചെയ്യുക. y സ്ക്വയർ 2 മൈനസ് x ഹോൾ സ്ക്വയർ ആകും. ലോവർ ലിമിറ്റ് 0 yക്ക് കൊടുക്കുമ്പോൾ 0 മൈനസ് 12x ഇൻറ്റു yക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 മൈനസ് x, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 പ്ലസ് 6x സ്ക്വയർ ഇൻറ്റു അപ്പർ ലിമിറ്റ് yക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 2 മൈനസ് x, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 dx. ഇന്റഗ്രൽ 0 to 1 6x ഇൻറ്റു 2 മൈനസ് x ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4 മൈനസ് 4x പ്ലസ് x സ്ക്വയർ മൈനസ് 12x ഇൻറ്റു 2 മൈനസ് 24x മൈനസ് 12x മൈനസ് x പ്ലസ് 12x സ്ക്വയർ പ്ലസ് 6x സ്ക്വയർ ഇൻറ്റു 2 12x സ്ക്വയർ minus x into 6x square minus 6x cube dx. Integral 0 to 2 6x into 4 24x 6x minus 4x 24x square 6x plus x square 6x cube minus 24x 12 plus 12 24x square minus 6x cube dx. 24x minus 24x 0 minus 24x square plus 24x square 0 6x cube minus 6x cube 0. Double integral curl of dot n ds is equal to 0. Integral f dot dr is equal to 0. Double integral curl of dot n ds 0. Integral f dot dr is equal to double integral curl of dot n ds is equal to 0. Hence, Stoke's theorem verified. Next question. Use Stoke's theorem to evaluate f of xy z is equal to xyi plus yzj plus xzk, where C is the triangle in the plane x plus y plus z is equal to 1 with vertices 1 0 0 0 1 0 0 0 1 with counterclockwise orientation, looking from the first octant towards the origin. ഈ ക്വസ്റ്റ്യനിൽ നോർമൽ വെക്ടറിലെ ഒരു വ്യത്യാസമുണ്ട്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.